മലപ്പുറം എടരിക്കോട് പഞ്ചായത്ത്, പുതുപ്പറമ്പ്, തൃശൂർ ജില്ലയിലെ ചാവക്കാട് എന്നിവിടങ്ങളിൽ 1999 വരെ പള്ളി ദർസിൽ പഠിക്കുകയും KNM മലപ്പുറം വെസ്റ്റ് ജില്ലാ കമ്മിറ്റി 1999 ഇറക്കിയ ലഘുലേഖയിലെ പരാമർശമായ മൗലീദിന്റെ അർത്ഥശൂന്യതയിൽ മനസ്സിലാക്കി ഇസ്ലാഹി പ്രസ്ഥാനത്തിലേക്ക് കടന്നുവന്ന ഫൈസൽ മുസ്ലിയാർ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ആദരണീയരായ ഇസ്ലാഹി പണ്ഡിതരെ, സഹോദരി സഹോദരന്മാരെ, എന്തുകൊണ്ട് മുജാഹിദ് പ്രസ്ഥാനത്തിലേക്ക് കടന്നു വന്നു എന്ന് ചോദിച്ചാൽ അതിന് ഒറ്റവാക്കിൽ പറയുവാനുള്ള മറുപടി സത്യം തുറന്നു പറയണമെന്ന അതിയായ താല്പര്യം കൊണ്ടാണ് എന്നാണ് എനിക്ക് നിങ്ങളുടെ മുമ്പിൽ പറയാനുള്ളത്. വളരെ ചെറുപ്പകാലം തൊട്ട് തന്നെ പണ്ഡിതന്മാർ തിങ്ങി നിൽക്കുന്ന നാട്ടിലോ ഒരു പണ്ഡിത കുടുംബത്തിലോ ജനിച്ചു വളരുകയും അതിന്റെ പ്രബോധനവും പ്രചാരകനുമായിക്കൊണ്ട് സജീവമായ സംഘടനാ പ്രവർത്തനങ്ങളുമായി സുന്നി വേദികളിൽ, സുന്നി രംഗങ്ങളിൽ പ്രവർത്തിക്കുകയും ചെയ്തിരുന്ന ഒരാളാണ് ഞാൻ. സൂചിപ്പിക്കപ്പെട്ടതുപോലെ മലപ്പുറം ജില്ലയിലെ എടരിക്കോട് പഞ്ചായത്തിന് പുതുപ്പറമ്പ് എന്നറിയപ്പെടുന്ന പുതുപ്പറമ്പ് എന്ന മുമ്പ് കാലത്ത് വാളക്കുളം എന്നറിയപ്പെടുന്ന ഒരു കൊച്ചു ഗ്രാമം, ഒരുപാട് പണ്ഡിതന്മാർക്ക് ജന്മം നൽകിയ, സമസ്തയുടെ ആദ്യകാല പ്രവർത്തനങ്ങൾക്ക് ഓഫീസായി പ്രവർത്തിച്ചിരുന്ന, സമസ്തയുടെ ഒന്നാമത്തെ മദ്രസ നിലകൊള്ളുന്ന പുതുപ്പറമ്പിൽ സാമ്പത്തികമായും തറവാടുപരമായും വൈജ്ഞാനികമായും ഏറ്റവും ഉന്നതിയിൽ നിൽക്കുന്ന ഒരു കുടുംബത്തിലാണ് ഞാൻ ജനിക്കുന്നത്. എന്റെ പിതാവ് പട്ടിക്കാട് ജാമ്യാനുലിയയിൽ നിന്നു ഒന്നാമത്തെ ബാച്ചിൽ ഫൈസി ബിരുദം വാങ്ങിക്കൊണ്ട് പുറത്തിറങ്ങുകയും ദീർഘമായ 36 വർഷക്കാലം മുദരിസായി സേവനമനുഷ്ഠിക്കുകയും ചെയ്തയാളാണ്. ഇന്ന് സംഘടനമെന്ന് പറയട്ടെ, അദ്ദേഹം ജോലി ചെയ്യുന്നത് മമ്പുറം മഖാമിലെ ആ ജാറത്തിങ്ങിലെ ഏറ്റവും വലിയ അവിടുത്തെ കാർമ്മികനായിക്കൊണ്ട്, അഥവാ അതിന് പറയേണ്ടുന്ന പദമതല്ല, പക്ഷേ പിതാവ് പറയുന്നത് നീ എന്നെക്കുറിച്ച് എന്ത് പറഞ്ഞാലും ശരി പൂജാരി എന്ന് പറയരുത് എന്ന. അതുകൊണ്ട് ഞാൻ ആ പദം ഉപയോഗിക്കുന്നില്ല. ആ രീതിയിലാണ്, അങ്ങനെയുള്ള കുടുംബത്തിലാണ് ഞാൻ ജനിക്കുന്നത്. എന്റെ ജ്യേഷ്ഠനാണെങ്കിൽ ചെമ്മാട് ദാറുൽ ഹുദ ഇസ്ലാമിക് അക്കാദമിയിൽ നിന്നു ഒന്നാമത്തെ ബാച്ചിൽ തന്നെ ഹുദവി ബിരുദം വാങ്ങി പുറത്തിറങ്ങിയ മനുഷ്യനാണ്. മറ്റു 2 ജ്യേഷ്ഠന്മാര് മുസ്ലിയാക്കന്മാരെ ജോലി ചെയ്യുന്നതിനിടയിൽ വിദേശത്തേക്ക് ജോലി ആവശ്യത്തും പോയതിനാൽ ഇന്ന് ആ ഫീൽഡ് വിട്ടുകൊണ്ട് മറ്റൊരു ഫീൽഡിൽ പ്രവർത്തിക്കുന്നുവെന്ന് മാത്രം. ഇങ്ങനെ എല്ലാ നിലക്കും നാട്ടിലു മുൻപന്തിയിൽ നിൽക്കുന്ന കുടുംബത്തിൽ ജനിച്ചതിനാൽ ആ ഒരു ആവേശം ഉൾക്കൊണ്ട് തന്നെയായിരുന്നു വളരെ ചെറുപ്പം മുതലേ സുന്നി പ്രസ്ഥാനത്തിനു പ്രവർത്തിക്കാൻ വേണ്ടി ഇറങ്ങിയിരുന്നത്. അന്ന് മുജാഹിദ് എന്ന് കേട്ടാൽ, ജമാഅത്ത് എന്ന് കേട്ടാൽ അറുപ്പോടെ വെറുപ്പോടെ, എത്രത്തോളം എന്ന് വെച്ചാൽ ഞാനെന്ന് പറയാറുള്ളത് കാഫിറായാലും ശരി മുജാഹിദാവാ ഞാനില്ല എന്നായിരുന്നു. എത്രയോ മുജാഹിദ് പ്രവർത്തകരെ മുഖത്ത് നോക്കിയിട്ട് എടാ നീ കാഫിറാണെന്ന്, നീ ഇബ്ലീസാണെന്ന് നേർക്ക് നേരെ പറഞ്ഞ അനുഭവങ്ങൾ എന്റെ ജീവിതത്തിൽ ധാരാളമുണ്ട്. മുജാഹിദായ മനുഷ്യനെ നമസ്കാരത്തിന് തുറന്ന് നിസ്കരിച്ചു എന്നതിന്റെ പേരിൽ മാത്രം എന്റെ സഹപാഠിയായ, എന്റെ ഏറ്റവും വലിയ കൂട്ടുകാരനായിരുന്ന എന്റെ കൂടെയുള്ള മുസ്ലിയാർ അദ്ദേഹവുമായി 4 ദിവസം പിണങ്ങി നിൽക്കുക പോലും ഞാൻ ചെയ്തിട്ടുണ്ട്. ഞാൻ ഓർത്തുപോകുന്നത് ആ കാലത്ത് വേങ്ങരക്കടുത്തുള്ള അച്ചനമ്പലം എന്ന സ്ഥലത്ത് ഒരു മുജാഹിദ് പള്ളിയിൽ അറിയാതെ ജുമുഅക്ക് വിട്ടുപോവുകയാണ്. അന്ന് ഇതേ വേഷവും കൂടെ തലയിലൊരു തൊപ്പിയും ആ തൊപ്പിക്ക് മീതെ തലപ്പാവും തോളിൽ ടവലും കൂടെ ഇട്ടുകൊണ്ടായിരുന്നു ഞാൻ ആ പള്ളിയിൽ കയറിയുന്നത്. എന്റെ കൂടെ ഹുദവിയായ ജ്യേഷ്ഠനുണ്ട്,
മറ്റു 2 ജ്യേഷ്ഠന്മാരുണ്ട്, എളാപ്പയുണ്ട്. ഇങ്ങനെ ഞങ്ങൾ ഒന്നിച്ച് ഒരു യാത്ര മധ്യയാണ് മുജാഹിദ് പള്ളിയിൽ കയറാൻ ഇടവരുന്നത്. മുജാഹിദ് പള്ളിയാണെന്ന് എനിക്കറിയില്ല, പക്ഷെ എന്റെ ജ്യേഷ്ഠൻ അറിയാം. അദ്ദേഹം എന്നെ ഒന്ന് പരീക്ഷിക്കാൻ വേണ്ടി തന്നെയാണ് കയറ്റിയതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അവിടെ ചെല്ലുമ്പോൾ ഞാൻ കാണുന്നത് വളരെ ലളിതമായ വേഷത്തില്, അഥവാ ഒരു വെള്ളത്തുണിയും കുപ്പായവും ഇട്ടു, തലയിലിട്ട പോലെ മാത്രം ഇട്ടു മിമ്പറിൽ കയറി മലയാളത്തിൽ പ്രസംഗിക്കുന്ന ഒരു മനുഷ്യനെയാണ് അതുവരെ കണ്ട് പരിചയമുള്ളത്. ഒരുപാട് വേഷവിധാനങ്ങളോടുകൂടി ആ മിമ്പറിലേക്ക് കയറിയിട്ട് അറബിയിൽ ഖുത്ബ നിർവഹിക്കുന്ന ഖതീബുമാരെ കണ്ട് ശീലിച്ച എനിക്ക് ഇതൊരിക്കലും ഉൾക്കൊള്ളാൻ സാധിച്ചില്ല. അന്ന് കൂടെയുള്ള ഓരോരുത്തരോട് ഞാൻ ചോദിച്ചു, ഇറങ്ങിപ്പോകുകയല്ലേ, തയ്യാറുണ്ടോ ചോദിച്ചപ്പോ എന്റെ ജ്യേഷ്ഠന്മാരും എളാപ്പയും അടക്കം പറഞ്ഞത്, എടാ കയറിപ്പോയില്ലേ, ഇനി എങ്ങനെ ഇറങ്ങിപ്പോവാന്ന്. ഏതായാലും സുന്നത്ത് ജമാഅത്തിന്റെ ആവേശം ഉൾക്കൊണ്ട എനിക്ക് അവിടെ ഇരിക്കാൻ സാധിച്ചില്ല. ഞാൻ അവസാനം തീരുമാനിക്കുന്നത്, രണ്ടാമത്തെ ഖുത്ബ അറബിയിലാണെങ്കിൽ ഇവിടെ ഇരിക്കാം, അതല്ലെങ്കിൽ ഇരിക്കുന്ന പ്രശ്നമില്ല എന്ന് തീരുമാനമെടുത്തുകൊണ്ട് കാത്തിരിക്കുകയാണ്. രണ്ടാമത്തെ ഖുത്ബക്ക് ഖതീബ് കയറിയിട്ട് അൽഹംദുലില്ലാ എന്ന് പറയുമ്പോ എന്റെ മനസ്സിലും അൽഹംദുലില്ലാ ഇത് അറബിയിൽ തന്നെയാണ് എന്ന വിചാരമാ. പക്ഷെ അതങ്ങ് കഴിഞ്ഞു ഇയാള് വീണ്ടും തുടങ്ങി മലയാളത്തില്. ഇത് കേട്ടു ഏകദേശം 3-4 മിനിറ്റ് കൊണ്ട് രണ്ടാമത്തെ ഖുത്ബ കഴിഞ്ഞു ഇഖാമത്ത് വിളിക്കുകയും ചെയ്തു. പിന്നെ ആലോചിച്ചു നിന്നില്ല, അവിടെ ജുമുഅക്ക് കൂടാതെ ഇറങ്ങിപ്പോന്നിട്ട് വീട്ടിൽ വന്ന് ളുഹർ നമസ്കരിക്കുകയാണ് ചെയ്തത്. പിന്നീട് അൽഹംദുലില്ലാ അതേ പള്ളിയിൽ പോയി 2 ഖുത്ബ നിർവഹിക്കാനുള്ള അവസരം പടച്ചിറപ്പിനിക്ക് നൽകുകയുണ്ടായി. പറഞ്ഞു വന്നത്, അന്ന് മുജാഹിദ് എന്ന് കേട്ടാൽ, മുജാഹിദ് പ്രസ്ഥാനം എന്ന് കേട്ടാൽ അങ്ങേയറ്റം തെറ്റിദ്ധാരണയോടുകൂടി നടന്നിരുന്ന ഒരു കാലമായിരുന്നു. പക്ഷേ സാധാരണ മുസ്ലിയാക്കന്മാരിൽ നിന്ന് വ്യത്യസ്തമായി അന്നും സത്യത്തിന്റെ കൂടെ നിൽക്കണമെന്ന താല്പര്യമായിരുന്നു ആ ഫീൽഡിൽ ഇറങ്ങാൻ എന്നെ പ്രേരിപ്പിച്ചത്. അതല്ലാതെ ഇതുമൂലം വരുമാനമുണ്ടാക്കണമെന്നോ, ഇതുമൂലം സമൂഹത്തെ പറ്റിക്കണമെന്നോ, ഇതുമൂലം എന്തെങ്കിലും ഭൗതിക നേട്ടങ്ങൾ നേടണമെന്നോ താല്പര്യമില്ലാതെ. കാരണം ഞാൻ സൂചിപ്പിച്ചല്ലോ, സാമ്പത്തികമായി വളരെയധികം ഉയർന്ന കുടുംബത്തിലാണ് ഞാൻ ജനിച്ചത്. അതിന്റെ ആവശ്യമില്ലായിരുന്നു. സമൂഹത്തിന്റെ പണം എനിക്ക് ആവശ്യമില്ലായിരുന്നു ജീവിക്കാനോ. ധാരാളം സമ്പാദ്യങ്ങളോ പിതാവിന് തന്നെ ഉണ്ടായതുകൊണ്ട് അതിന്റെ ആവശ്യമില്ലാതെ ആത്മാർത്ഥമായി തന്നെ മാലകളും മൗലീദുകളും കുതുബിയത്തുകളും ഒക്കെയായി കഴിഞ്ഞുകൂടുന്നതിനിടെയാണ് സൂചിപ്പിക്കപ്പെട്ടതുപോലെ KNM മലപ്പുറം വെസ്റ്റ് ജില്ലാ കമ്മിറ്റി വെക്കുന്ന ജന്മദിനാഘോഷം ഇസ്ലാമികമോ എന്ന ലഘുലേഖന്റെ മുമ്പിൽ വന്നുപെടുന്നത്. അന്ന് നാട്ടിലെ തന്നെ പള്ളിയിലോ നാട്ടിലെ തന്നെ മദ്രസയിലോ അതുമായി ബന്ധപ്പെട്ട റബീഉൽ അവ്വൽ പരിപാടികളെല്ലാം വളരെ സജീവമായി പങ്കെടുക്കുകയും എന്റെ കൂടെയുള്ള 2 മുസ്ലിയാക്കന്മാര്, കുഞ്ഞാലിക്കുട്ടി മുസ്ലിയാർ, മുഹമ്മദ് മുസ്ലിയാർ, ഞങ്ങൾ 3 ആളും കൂടെ ഒന്നിച്ചാണ് അന്ന് റബീഉൽ അവ്വലുമായി ബന്ധപ്പെടുന്ന എല്ലാ ഏർപ്പാടിനും മുമ്പിൽ ഇറങ്ങാറുണ്ടായിരുന്നത്. ദഫ്, സ്കൗട്ട് തുടങ്ങിയ എല്ലാവിധ ഏർപ്പാടുകളും അതിന്റെ അധ്യാപകരായി കൂട്ടത്തില് നടക്കുന്നതിനിടയിലാണ് ഈ ലഘുലേഖ കണ്ണിൽപ്പെടുന്നത്. ആ ലഘുലേഖയിൽ മൗലിദിലെ ഏതാനും വരികൾ എടുത്തു ധരിച്ചുകൊണ്ട് അതിനെ വിമർശിക്കുമ്പോൾ ആദ്യമൊക്കെ വിമർശന ബുദ്ധിയോടെയാണ് അത് വായിച്ചതെങ്കിൽ അതിങ്ങ് വായിച്ചു പോകുമ്പോൾ അതിനിടയിൽ കാണുന്നത് ഷറഫുൽ അനാം മൗലിദിലെ അഷ്റഖ ബൈത്തിലെ 11ാമത്തെ വരി, അഥവാ നമ്മുടെ നാട്ടിലൊക്കെ ഈ മാസം വളരെ കൂടുതലായി ആലപിക്കപ്പെട്ട വരിയുണ്ടല്ലോ, അബ്ദുകൽ മിസ്കീനു യർജു ഫളലകൽ ജമ്മൽ വഫീർ ഫീക ഖദ് അഹ്സൻതു ലന്നി യാ ബശീറു